സുരക്ഷാ കാര്യങ്ങൾക്കുള്ള നാളത്തെ മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് ഡൽഹിയിൽ യോഗം ചേർന്നു. ഇതിനിടെ തിരിച്ചടി ഉടനുണ്ടാകുമെന്ന സൂചന പ്രധാനമന്ത്രിയും പങ്കുവച്ചു. നാളെയാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം. ഇതിന് മുന്നോടിയായി ആഭ്യന്തര സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ തലവന്മാർ പങ്കെടുത്തു. പാകിസ്ഥാനുള്ള തിരിച്ചടി ഉടൻ ഉണ്ടായേക്കുമെന്ന സൂചന പങ്കുവയ്ക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെയും വാക്കുകൾ. हमने विकसित भारत के लक्ष्य के लिए अगले 25 वर्षों की समय सीमा तय की है. हमारे पास समय सीमित है, लक्ष्य बड़े हैं. ഇതിനിടെ പെഹൽഗാമിൽ വെടിവെപ്പ് നടത്തിയ തീവ്രവാദികൾക്കായി തിരച്ചിൽ ശക്തമാക്കി സൈന്യം. കാശ്മീരിലെ വനമേഖലകളിലാണ് തിരച്ചിൽ നടക്കുന്നത്. അക്രമ സമയത്ത് പെഹൽഗാമിൽ സ്ലിപ്പ് ലൈൻ സർവീസ് നടത്തുകയായിരുന്ന വ്യക്തിയെയും NIA ചോദ്യം ചെയ്യുന്നുണ്ട്. വെടിവെപ്പ് നടന്നപ്പോൾ ഇയാൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച വീഡിയോയും പുറത്തുവന്നു. എന്നാൽ അള്ളാഹു അക്ബർ വിളിച്ചത് സ്വാഭാവിക പ്രതികരണമാണെന്നും വെടിവെപ്പിൽ തന്റെ മകന് പങ്കില്ലെന്നുമാണ് സ്ലിപ്പ് ലൈൻ ഓപ്പറേറ്ററുടെ പിതാവിന്റെ പ്രതികരണം. വെടിവെപ്പ് സമയത്തെ പുതിയ ദൃശ്യങ്ങളും പുറത്തുവന്നു. പഹൽഗാം സംഭവത്തിൽ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ഇന്ത്യ. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഗ്രീസ്, സൈപ്രസ് വിദേശകാര്യമന്ത്രിമാരുമായി ചർച്ച നടത്തി. ഇതിനിടെ സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാനും. സിന്ധു നദിയിലെ വെള്ളം തടയുന്നതിനെതിരെ പാകിസ്ഥാൻ ലോകബാങ്കിനെ സമീപിച്ചേക്കും. ന്യൂസ് ഡെസ്ക്, News 18.